അല്ല ഞാനിപ്പോൾ ആരോ പറഞ്ഞിട്ടു CPM മേയർ തീരുമാനിക്കുന്നൊക്കെ അതിൻ്റെ ഭൂരിപക്ഷം CPM ഉണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടു മേയർ തീരുമാനിക്കാൻ യോഗം ഉണ്ടെന്നൊക്കെ ഇന്ന് രാവിലെ പറഞ്ഞു കേട്ടോ. അതിനുള്ള ഭൂരിപക്ഷം CPM ഉണ്ടോ? ഇല്ലല്ലേ? അല്ല ഞങ്ങൾ തീരുമാനിക്കുന്നില്ലോ, ഞങ്ങൾ മേയർ തീരുമാനിക്കുന്നില്ലോ. അത്ര വിളിക്കാം. അല്ല അങ്ങനെയല്ല, ഇന്ന് എന്നോടൊരു ചോദിച്ചു മേയറെ തീരുമാനിക്കണോ? അല്ല ഞാൻ ചോദിച്ചതാണ്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. അല്ല എന്തായാലും ഞാൻ ചോദിച്ചത് ഇപ്പോൾ അവിടെ മനസ്സിൽ വെച്ചോളൂ. ഞാൻ ഒന്നും പറഞ്ഞു, നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒറ്റയ്ക്കില്ലല്ലോ എന്ന എൻ്റെ സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അല്ല മേയർ സ്ഥാനത്ത് ഈ UDF മത്സരിക്കും, അത് സംശയമില്ല. സ്വീകരിക്കില്ല, അത് ഉറപ്പ് സ്വീകരിക്കില്ല. അല്ല ഞാൻ BJPയുടെ പിന്തുണ സ്വീകരിക്കില്ല. BJP-കാരനായി വരുന്ന ആളുടെ പിന്തുണ സ്വീകരിക്കില്ല. CPM-കാരനായി സ്വീകരിക്കാം. ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ആർക്കെതിരായിട്ടാണ്? CPM-ന്റെ ATM കൗണ്ടറാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങൾ. അത് ജനം സ്വീകരിച്ച തെളിവാണ്. മുസാദ് എന്ത് സഹകരണം? അവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നാൽ ഉണ്ടാവും, അങ്ങനെ വേണേ വരാമല്ലോ. അവർ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് ഔദ്യോഗിക അംഗത്വമെടുത്ത് പാർട്ടിയുടെ പരിപാടി അംഗീകരിക്കുന്നുണ്ടാവും. അല്ല അതൊക്കെ വരട്ടെ, ഇപ്പോഴേ പറയണ്ടല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒന്നും ആരുടെ ഔദാര്യമല്ല, അത് നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ഡിപ്പെൻസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് ആരുടെ ഏറ്റവും ഔദാര്യവും സഹകരണവും 2 3 കിട്ടിയേക്കാം. അത് അർഹതപ്പെട്ടതൊക്കെ കിട്ടും. അത് ചിലപ്പം ജില്ലാ പഞ്ചായത്ത് LDF-ന് കിട്ടിയേക്കാം, ചില പഞ്ചായത്തുകൾ ലഭിച്ചേക്കാം. അത് ക്വൈറ്റ് നാച്ചുറൽ. എങ്ങനെ അങ്ങനെ വരുന്നു? പിന്നെ BJP-കാരായിരിക്കില്ലല്ലോ. അല്ല അങ്ങനെ വോട്ട് ചെയ്യുന്ന പിന്നെ BJP-കാരായിരിക്കില്ലല്ലോ. അല്ല അങ്ങനെ വരുന്നതിന് BJP-കാരായിരിക്കില്ല. BJP-കാരനല്ലാതെ വന്നാൽ സീറ്റ് കുഴപ്പമെന്താ?